വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇന്ന് അതിന്റെ കരാറിൽ ഒപ്പുവയ്ക്കുകയാണ്. പ്രധാനമായും 2 കരാറിലാണ് ഒപ്പുവയ്ക്കാൻ പോകുന്നത്. ഏതൊക്കെ കരാറാണ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചക്രവർത്തിയാണ്. നൃപൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. യെസ്, വിഴിഞ്ഞത്ത് VGF കരാർ ഇന്ന് ഒപ്പുവയ്ക്കുകയാണ്. പ്രധാനമായും 2 കരാറുകളാണ് ഒപ്പുവയ്ക്കുന്നത്. ഏതൊക്കെയാണ് ഈ 2 കരാറുകൾ എന്ന് പറയുന്നത്? തിരിച്ചടവ് വ്യവസ്ഥ അത് ഇന്ന് എവിടെയും ഇല്ല. ഒരു സംസ്ഥാനത്തിനും അത്തരത്തിലൊരു തിരിച്ചടവ് വ്യവസ്ഥ പറഞ്ഞിട്ടില്ല. ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അത് കേരളത്തിന് മാത്രമാണ്. എങ്കിൽ പോലും നമ്മുടെ മന്ത്രിസഭാ യോഗം ചേർന്ന് അത് അംഗീകരിക്കുന്നു. ആർബിട്രേഷൻ നടപടികളിൽ നിന്നൊക്കെ ഒഴിവാക്കി പുതിയ കരാറിലേക്ക് വരുന്നു. ആ നടപടികൾക്കനുസൃതമായി 2024 ഇത് പൂർണ്ണമായ തോതിൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു. ഈ കമ്മീഷൻ ചെയ്തതിന് ശേഷം 2034 ശേഷമുള്ള 20% വരുമാന വിഹിതം കേന്ദ്ര സർക്കാരിന് നൽകാമെന്നാണ് നിലവിലെ വ്യവസ്ഥ. തീർച്ചയായും വിനിഷ, അതിൻ്റെ ഏകദേശ മുഖവുര വിനിഷ തന്നെ പറഞ്ഞതാണ്. കാരണം അതിൻ്റെ രാഷ്ട്രീയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഓരോ പദ്ധതികളിലും, കേരളത്തിൽ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളിലും, വികസന പദ്ധതികളിലും, ക്ഷേമ പ്രവർത്തനങ്ങളിലും എങ്ങനെയാണ് കേരളത്തിനോട് ഒരു തരത്തിലുള്ള അവഗണന നടത്തുന്നതിൻ്റെ ഉള്ള തെളിവാണ് വിഴിഞ്ഞം പദ്ധതി. വിഴിഞ്ഞം പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലാണ്. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദീർഘവീക്ഷണത്തോടു കൂടി പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് വിവിധ ഘട്ടങ്ങളിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ വിവിധ തലങ്ങളിലാണ് ഉദ്യോഗസ്ഥതല ചർച്ച നടത്തി. നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ട് 817 കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 817.80 കോടി രൂപ ആണ് VGF ഫണ്ടായി ലഭിക്കുക. അതിൻ്റെ കരാറാണ് ഇന്ന് ഒപ്പിടുന്നത്. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ കരാർ ഒപ്പിടും. ഈ VGF കരാറിനെ സംബന്ധിച്ച് 3 പ്രതികളാണ്. ഒന്ന് കേന്ദ്രത്തിൻ്റെ പ്രതിനിധികൾ, ഒപ്പം തന്നെ ഈ വിഴിഞ്ഞം അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ ബാങ്ക് കൺസോർഷ്യം. ഈ 3 പ്രതികളും ചേർന്നാണ് ഈ VGFൻ്റെ കരാർ ഒപ്പിടുക. അത് വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അത് തിരിച്ചടയ്ക്കേണ്ട ഫണ്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ ആർബിട്രേഷൻ നടപടികളൊക്കെ ഒഴിവാക്കിയിട്ടു എൻ്റെ തുടർ നടപടിയിലേക്ക് സർക്കാരിനെ ഞാൻ മുഖവരിയായി പറഞ്ഞതുപോലെ ആ കരാറിലേക്ക് പോവുകയാണ്. അത് ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറാണ്. മറ്റൊന്ന്, സർക്കാരും ഒപ്പം തന്നെ മന്ത്രി VN വാസവൻ്റെ സാന്നിധ്യത്തിൽ, ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര പ്രതിനിധികളുമായി ഒപ്പുവയ്ക്കുന്ന 2ാമത്തെ കരാറാണ്. ആ കരാറ് വിഴിഞ്ഞം വരുമാനത്തിൻ്റെ 20% കേരളം കേന്ദ്രത്തിന് നൽകണമെന്ന കരാറാണ്. ആ 2 കരാറും ഇന്ന് ഒപ്പിടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് സമയബന്ധിതമായി ആദ്യഘട്ടത്തിൽ തന്നെ കാലാവസ്ഥ പ്രശ്നങ്ങൾ, കല്ല് കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു, സമരം വന്നു. അപ്പോഴൊക്കെ സർക്കാർ നടത്തിയ ഇടപെടൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള, യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പൂർത്തിയാക്കാനുള്ള ശ്രമം സർക്കാർ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു. വിഴിഞ്ഞം അദാനി കമ്പനി ആ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നവരും ആ കാര്യത്തിൽ വലിയ ശക്തമായ നിലപാടാണ് എടുത്തത്. ഏകദേശം 20,000 കോടി രൂപ കൂടി ഈ അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഉടൻ മാറ്റിവെക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ പദ്ധതി അതിവേഗം പൂർത്തിയാകുമെന്ന കാര്യത്തിൽ, സമയബന്ധിതമായി തന്നെ പൂർത്തിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കരാർ സംബന്ധിച്ച്. മറ്റൊരു സന്തോഷകരമായ വാർത്ത, ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാകുന്നു എന്നതാണ്. അത് വിഴിഞ്ഞത്ത് ഏറ്റവും വലിയ, ലോകത്തെ 6 ചരക്ക് കപ്പലിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പലായിട്ടുള്ള MSC തുർക്കി ഇന്ന് വിഴിഞ്ഞത്ത് വൈകിട്ടോടുകൂടി തീരം അണയുമെന്നതാണ്. വിഴിഞ്ഞത്ത് ആകെ വരുന്ന 274ാമത്തെ കപ്പലാണ്. അത് വമ്പൻ കപ്പൽ മുതൽ സാധാരണ ചരക്ക് നീക്കത്തിനുള്ള കപ്പൽ വരെയുള്ള വലിയ കപ്പലുകൾ ഈ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ്. 5.25 ലക്ഷം കണ്ടെയ്നറാണ് ഇതിനകം തന്നെ വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നത്. 1 ലക്ഷം കണ്ടെയ്നറുടെ ചരക്ക് നീക്കം ഒരു വർഷം ഉണ്ടാകുന്നു എന്നതാണ്. അത് നമ്മൾ വിഴിഞ്ഞം നേടിയ അച്ചീവ്മെൻ്റാണ്. ഈ MSC തുർക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏക തുറമുഖത്തിൽ വിഴിഞ്ഞത്താണ് ആദ്യമായി ഈ കപ്പൽ വരുന്നത്. അത് ഈ വൻകിട വലിയ കപ്പൽ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു കപ്പലാണ്. ആ കപ്പലിൻ്റെ ഡീറ്റെയിൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കാം. കാരണം അതിൻ്റെ കുറച്ച് കുറിച്ച് പറഞ്ഞു പോവുക തന്നെ വേണം നൃപൻ. കപ്പൽ എന്നല്ല, വലിയ കപ്പൽ, അതൊരു വലിയ കപ്പലാണ്. തീർച്ചയായും നമ്മൾ വലിയ കപ്പലുകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ബോളിവുഡ് മൂവികളിലൊക്കെ തന്നെ നേരിട്ട് കണ്ട് പരിചയമില്ല, ബോളിവുഡ് മൂവികളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അതിലൊക്കെ തന്നെ ഈ കപ്പലിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ യൂട്യൂബുകളിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് ഉള്ള പരിചയമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഈ വലിയ കപ്പൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിൽ ഇങ്ങനെ വരുമ്പോൾ കപ്പലിനെ സംബന്ധിച്ച ഡീറ്റെയിൽ കൂടി നമുക്കൊന്ന് പങ്കുവയ്ക്കാം വിനിഷ, പ്രേക്ഷകർക്ക് കൗതുകമായിരിക്കും. ഈ ചരക്ക് കപ്പലിനെ സംബന്ധിച്ച് 399.93 മീറ്റർ, അതായത് ഏകദേശം 1/2 കിലോമീറ്റർ നീളവും ഒപ്പം തന്നെ 61.33 മീറ്റർ വീതിയും 33.5 മീറ്റർ ആഴവുമുള്ള കപ്പലാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ 6 കപ്പലുകളിൽ ഒന്നാണ് MSC തുർക്കി. 1995 മുതൽ ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട കപ്പൽ റൂട്ടുകളിലും ചരക്ക് ഗതാഗതം നടത്തുന്ന ഒരു വലിയ കപ്പലാണ്. സിംഗപ്പൂരിൽ നിന്നാണ് MSC തുർക്കി വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് എന്നതാണ് വസ്തുത. പ്രതിവർഷം 2 ലക്ഷം കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള കഴിവ് ഉള്ള പ്രാപ്തിയുള്ള കപ്പലാണ് MSC തുർക്കി. വിഴിഞ്ഞത്തടുക്കുമ്പോൾ ഇത് വലിയ ചരിത്രമായി തന്നെ മാറുന്നു. ഇതുവരെ ഒരു ഇന്ത്യൻ തുറമുഖത്തിലും ഇങ്ങനെ ഈ MSC തുർക്കി പ്രവേശിച്ചിട്ടില്ല, എത്തിയിട്ടില്ല. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ വ്യക്തമാണ്. 257ാമത്തെ കപ്പൽ ചുരുങ്ങിയ നാൾ മുതൽ എത്തുന്നു. ഒപ്പം തന്നെ കണ്ടെയ്നർ ചരക്ക് നീക്കത്തിൽ ഏറ്റവും വലിയ പുരോഗതി വിഴിഞ്ഞത്തുണ്ടാകുന്നു. ഒപ്പം തന്നെ കരാറുകളിലേക്ക് പോകുന്നു. നമ്മുടെ കരാറിനെ സംബന്ധിച്ചും കുറച്ച് കാര്യങ്ങൾ, അത് പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ തടസ്സം വന്നപ്പോൾ, അതായത് ഇടയ്ക്ക് തടസ്സം വന്നപ്പോഴാണ് സർക്കാരും വിഴിഞ്ഞം അദാനി ഗ്രൂപ്പുമായി തർക്കം നടന്നത്. ഈ പറഞ്ഞ തടസ്സം വന്ന സമയത്ത്, അതായത് കാലാവസ്ഥ പ്രശ്നം വരുന്നു, സമരം വരുന്നു, അങ്ങനെ ഇത് നീണ്ടുപോകുന്നു. ആ തർക്കം വന്ന ഘട്ടത്തിലും അതിന് ഇളവ്, അതായത് പൂർത്തീകരിക്കാനുള്ള 15 വർഷത്തിനുള്ളിൽ 2019 പൂർത്തിയാക്കണമെന്നായിരുന്നു കരാറ്. അതിന് ഇളവ് സർക്കാർ അനുവദിച്ചു നൽകി. അപ്പോഴും സർക്കാർ കരാർ പാലിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇത് പദ്ധതി പൂർത്തിയാക്കുന്ന സംബന്ധിച്ച്, വരുമാനത്തെ സംബന്ധിച്ച് 2034 ഇത് പൂർത്തിയാക്കുമ്പോൾ മുഴുവൻ വരുമാനവും അന്ന് മുതൽ സംസ്ഥാനത്തിനുള്ള വരുമാനം നൽകുന്ന കാര്യത്തിൽ ഒരു വീട്ടുവീഴ്ചയും സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് കരാറിനെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. ഇപ്പോൾ 2028 പദ്ധതിയുടെ 2, 3, 4 ഘട്ടങ്ങളിലേക്ക് പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് മുതൽ കണക്കാക്കുമ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് പൂർണ്ണമായ വരുമാനം കരാർ അനുസരിച്ച് സംസ്ഥാനത്തിൽ ലഭിക്കുമെന്നതാണ്. ഒപ്പം തന്നെ കേന്ദ്രത്തിനും അതോടുകൂടി ഈ പറഞ്ഞ 20% വരുമാനം കേന്ദ്ര സർക്കാരിന് ലഭിക്കും, സംസ്ഥാനത്തിന് ലഭിക്കും, പിന്നെ കമ്പനിക്കും അതിൻ്റെ വരുമാനം ഉണ്ടാകും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ വികസനത്തിൻ്റെ കുതിച്ചുചാട്ടമായി നാഴികക്കല്ലായി വിഴിഞ്ഞം മാറുന്നു എന്നതാണ്. അതിൻ്റെ സമയബന്ധിതമായ പൂർത്തീകരണമാണ് ഇന്ന് നമ്മൾ വളരെ ശുഭകരമായി പോസിറ്റീവായി മുന്നോട്ട് വയ്ക്കുന്ന 2 വാർത്തകൾ. ഒന്ന്, MSC തുർക്കി എന്ന ലോകത്തിലെ 6 കപ്പലുകളിൽ പ്രധാനപ്പെട്ട കപ്പൽ ഇന്ന് വൈകിട്ടോടുകൂടി വിഴിഞ്ഞം തീരത്ത് അണയുമെന്നത്. മറ്റ് 2 പ്രധാനപ്പെട്ട കരാറുകൾ ഇന്ന് സംസ്ഥാനം ഒപ്പുവെക്കും. സംസ്ഥാനവും ഒപ്പം തന്നെ ഈ ഏജൻസികളുമായി കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ബാങ്ക് കൺസോർഷ്യവും അദാനി ഗ്രൂപ്പുമായി ഒപ്പുവെക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിനീഷ. നിർബൻ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് തന്നെയാണ്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒട്ടാകെ തന്നെ ഒരു വ്യാപാര വികസനത്തിൻ്റെ ഇടനാഴിയായി പ്രവർത്തിക്കുന്നു, ഒരു ഗേറ്റ് വേ ആയി പ്രവർത്തിക്കാൻ പോകുന്നു വിഴിഞ്ഞം എന്ന, ഇനി അത് പറയേണ്ട കാര്യമില്ല. കാരണം ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള, ഇപ്പോൾ നിർബൻ സൂചിപ്പിച്ചതടക്കമുള്ള ചരക്ക് നീക്കങ്ങൾ ഇത് കമ്മീഷൻ ചെയ്യും മുൻപ് തന്നെ ഇതിനോടകം തന്നെ 5 ലക്ഷത്തിലധികം ടൺ കണക്കിന് കണ്ടെയ്നറുകളാണ് അവിടെ എത്തിയത്, വിഴിഞ്ഞത്തെത്തിയത്. ആ തരത്തിൽ വിഴിഞ്ഞത്തെ വെറും ചരക്ക് നീക്കം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല മേഖലകളിൽ കൂടെയുള്ള വികസനം കൂടിയാണ് ഈ വിഴിഞ്ഞം തുറമുഖം കൊണ്ട് സാധ്യമാകുന്നത്. അത് പൂർണ്ണ തോതിൽ സജ്ജമായി കഴിഞ്ഞാൽ നമ്മുടെ വ്യവസായ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ ഇപ്പോഴും കേന്ദ്രം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിഴിഞ്ഞത്തിന് വേണ്ടി പലതവണ നമ്മൾ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു, ബജറ്റിൽ വരെ നമ്മൾ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനോട് മുഖം തിരിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും വയബിലിറ്റി ഗ്യാപ്പ് തിരിച്ചടയ്ക്കണമെന്ന ഒരു വ്യവസ്ഥ അത് കേരളത്തിന് മാത്രമാണ്. പ്രധാനമന്ത്രി കമ്മീഷനിങ് ഡേക്ക് കമ്മീഷനിങ് ചെയ്യാനുള്ള ദിവസത്തിൽ എത്താൻ കഴിയില്ല എന്നാണ് ഏറ്റവും അവസാനമായി പറയുന്നത്. എന്താണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം സംബന്ധിച്ച്? വിഴിഞ്ഞം കമ്മീഷനിങ് ചെയ്യുന്ന ദിവസം പ്രധാനമന്ത്രി വരില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടെ വരുന്നുണ്ട്. തീർച്ചയായും വിനീഷ, ഇത് അപകടന സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രാവിലെ തന്നെ സംസ്ഥാന സർക്കാരിനോട്, പ്രത്യേകിച്ച് കേരളത്തോട് കേന്ദ്ര സർക്കാർ തുടർച്ചയായി നടത്തുന്ന അവഗണന സംബന്ധിച്ച് നെഗറ്റീവായതുകൊണ്ട് നമ്മൾ പറയാത്തതാണ്. പക്ഷേ വസ്തുത വളരെ വ്യക്തമാണ്. കേരളത്തിലെ ജനങ്ങൾക്കത് വ്യക്തമായി അറിയാം. അതായത് ഈ പറഞ്ഞ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് എത്രയും വലിയ പദ്ധതിയാണ്. സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല, 20% വരുമാനം കേന്ദ്രത്തിൽ ലഭിക്കുന്നതാണ്.
ലോകത്തിൻ്റെ ഭൂപടത്തിൽ കേരളം അടയാളപ്പെടുത്തുന്ന, രാജ്യം അടയാളപ്പെടുത്തുന്ന ഏറ്റവും വലിയ തുറമുഖമായി മാറാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി അതിൻ്റെ കമ്മീഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വളരെ പെട്ടെന്ന് മാറും. ലോകത്ത് തന്നെ 5 തുറമുഖങ്ങളിലെടുത്താൽ അതിലൊരു തുറമുഖം വിഴിഞ്ഞം തുറമുഖമായി മാറുകയാണ്. അതിന് കാരണം വിഴിഞ്ഞത്തിലുള്ള പ്രത്യേകിച്ചുള്ള ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും ആഴത്തിൽ ഏറ്റവും അടുത്ത് കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയുന്ന, ചരക്ക് ഗതാഗതം വേഗത്തിൽ നടത്താൻ കഴിയുന്ന ഒരു തുറമുഖമാണ്. അതിനു പോലും കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റിൽ ഒരു തുക പോലും മാറ്റിവെച്ചില്ല എന്ന് മാത്രമല്ല, ഈ VGF ഫണ്ട് സംബന്ധിച്ച്, നിയമത്തിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ അവസാനം പലതരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ആ കരാറിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിജ്ഞാബദ്ധമായി ഒരു പദ്ധതി നടപ്പിലാക്കുമെന്നതാണ്. ഈ പദ്ധതിയിൽ തടസ്സമുണ്ടാകുന്നു, കാലാവസ്ഥ പ്രശ്നമുണ്ടാകുന്നു, ഓഖി പോലത്തെ കൊടുങ്കാറ്റ്, ഒപ്പം തന്നെ അതിനുശേഷം വന്ന പ്രളയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കല്ല് കിട്ടാത്ത അവസ്ഥയൊക്കെ തന്നെ വിഴിഞ്ഞ പദ്ധതി താമസിക്കുന്ന കാരണമായി. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞ സമരമുണ്ടായതാണ്. ആ സമരസമയത്ത് കേരളത്തിലെ UDF പറഞ്ഞത്, ആ സമരത്തിനൊപ്പം കേരളത്തിലെ UDF നേതാക്കൾ ഒപ്പം അണിനിരന്നു വന്നിട്ട് അതിനുശേഷം അവർ പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്നാണ്. പക്ഷേ സർക്കാർ അതിന് തയ്യാറായില്ല, അത് നിർത്തിവെച്ചില്ല. സമരക്കാരുമായി ചർച്ച നടത്തി ആ സമരത്തിൽ ആ വിഷയം പരിഹരിച്ചു, ആ പദ്ധതിയുമായി മുന്നോട്ട് പോയി. അതിനുശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുകയാണ്. ഈ അടുത്ത മാസത്തോടുകൂടി തന്നെ അതിൻ്റെ കമ്മീഷൻ നടപടിയിലേക്ക് പോകാൻ കഴിയും. പ്രധാനമന്ത്രി വരുന്നത് സംബന്ധിച്ച് അതിൻ്റെ ആശയവിനിമയം നടക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമല്ല. കാരണം അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സമയവും ഈ നിശ്ചയിക്കുന്ന ഉദ്ഘാടന സമയത്ത് സംബന്ധിക്കുന്ന സാങ്കേതിക തടസ്സങ്ങളൊക്കെ ആയിരിക്കും. അത് ചർച്ചകൾ വേഗം പൂർത്തിയാക്കി അതിനുള്ള തീയതി വേഗം തീരുമാനിക്കും. പക്ഷേ നമുക്ക് പോസിറ്റീവായി പറയാനുള്ളത് വിഴിഞ്ഞം കേരളത്തിൻ്റെ വികസനത്തിൽ നാഴികക്കല്ലായി മാറാൻ പോവുകയാണ്. അതിൻ്റെ അച്ചീവ്മെൻറ്റിലേക്ക് വിഴിഞ്ഞം മാറുന്നു. സമയബന്ധിതമായി ആ പദ്ധതി പൂർത്തിയാക്കുന്നതിൻ്റെ ലക്ഷണമാണ് 5.25 ലക്ഷം ടൺ ഈ കണ്ടെയ്നർ സർവീസ്, ചരക്ക് ഗതാഗതം വിഴിഞ്ഞത്ത് ഇപ്പോൾ തന്നെ നടപ്പിലാക്കിയെന്നാണ്. 274 ഈ പറഞ്ഞ MSC തുർക്കി അടക്കമുള്ള വൻകിട കപ്പൽ, വലിയ വമ്പൻ കപ്പലുകളുടെ രാജ്ഞിമാരായ ഏറ്റവും വലിയ കപ്പലുകൾ വരികയാണ്. അപ്പോൾ ആ കപ്പലുകളൊക്കെ അടുക്കുന്നതോടുകൂടി പ്രത്യേകിച്ച് സെമി ഓട്ടോമാറ്റിക് ക്രെയിൻ സംവിധാനമാണ്. അത് ഇന്ത്യയിലെ ഏക തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞം മാത്രമാണ്. അതുകൊണ്ട് എല്ലാ ഈ പറഞ്ഞ ഭൗതിക സാഹചര്യങ്ങളും വിഴിഞ്ഞത്തിന് അനുകൂലമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതിലേക്ക് നമ്മൾ അടുക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനിഷ. ശരി, താങ്ക് യു നിർഗുൺ ചക്രവർത്തിയാണ് വിഴിഞ്ഞത്ത് ഇന്ന് VGF കരാറുമായി ബന്ധപ്പെട്ട, കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട സമഗ്ര വിശദാംശങ്ങളെല്ലാം തന്നെ നമ്മളുമായി പങ്കുവച്ചത്.